ഹലോ, ന്യൂ ഇ ഫയലിംഗ് പോർട്ടൽ ലോഞ്ച് ആയിട്ടുണ്ട്. DCMS എന്ന് പറഞ്ഞ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ DCMS പോർട്ടലിലൂടെയാണ് നമുക്ക് ന്യൂ ഇ ഫയലിംഗ് പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ DCMS എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്കിതുപോലൊരു ടാബ് ഓപ്പണായി വരും. ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയുടേതാണത്. അപ്പോൾ ഈ ഫയലിംഗ് പോർട്ടലിൽ നമ്മൾ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിതുപോലത്തെ ഒരു പോർട്ടലിനകത്ത് മുകളിൽ കുറേ ഓപ്ഷൻസ് കാണും. ഹോം, ഇ ഫയലിംഗ്, സർട്ടിഫൈഡ് കോപ്പി എന്നൊക്കെ. അപ്പോൾ ഈ പുതിയ പോർട്ടൽ വഴിയാണ് നമ്മൾ പുതിയ ഇ ഫയലിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇതുപോലൊരു കണ്ടിന്യൂ സൈറ്റ് ഒരു ടാബ് പോലെ ഓപ്പൺ ആയി വരും. അവിടെ 2 ടൈപ്പാണുള്ളത്. ഒന്ന് സ്റ്റാഫ് എന്നുണ്ട്, ഒന്ന് ഇ ഫയലർ എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡു യു ഹാവ് ടു രജിസ്റ്റർ എന്നുള്ളത് ചോദിക്കുന്നിടത്ത് നമുക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ടാബ് ഓപ്പൺ ആവും. അപ്പോൾ അതിനകത്ത് 5 ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകം പറയുന്നത് വെച്ചാൽ ലിറ്റിഗൻ്റാണ്, ഒരു കക്ഷിയാണ് കയറുന്നതെങ്കിൽ അയാൾക്ക് എന്തൊക്കെ പ്രൂഫ്സ് വേണം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആണെങ്കിൽ ബാർ കൗൺസിൽ സർട്ടിഫിക്കറ്റും ഒരു ID പ്രൂഫും പിന്നെ പ്രൊഫൈൽ ഫോട്ടോയുമാണ് പുതിയതായിട്ട് വേണ്ടത്, പുതിയതായിട്ട് ചെയ്യുന്നവർക്ക്. അല്ലാത്തവർക്ക് ഓൾറെഡി നമ്മുടെ പോർട്ടലിൽ ഉണ്ടാകും. അപ്പോൾ ഈ ലിറ്റിഗൻസ് ഒക്കെ കയറുമ്പോൾ അവർക്ക് വേണ്ടത് പബ്ലിക് ആണെങ്കിൽ, അഡ്വക്കേറ്റ് ക്ലർക്ക് ആണെങ്കിൽ അവർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ പ്രൂഫ് ഓഫ് ID പ്രൂഫ് ഒരെണ്ണം കയ്യിൽ വേണം, പിന്നെ ഒരു പ്രൊഫൈൽ ഫോട്ടോയും വെച്ച് വേണം അതിൻ്റെ അകത്ത് അപ്ഡേഷൻ ചെയ്യാനായിട്ടും രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടും. അപ്പോൾ ഇതിലാണ് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു ഡിക്ലറേഷനൊക്കെ വേണമെന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ട് 5 കാറ്റഗറിക്കാണ് ഇതിനകത്ത് അക്കൗണ്ട് ടൈപ്പ് കൊടുത്തേക്കുന്നത്. പുതിയത് ലിറ്റിഗൻ്റ്, അഡ്വക്കേറ്റ്, പബ്ലിക്, അഡ്വക്കേറ്റ് ക്ലർക്ക്, ഓർഗനൈസേഷൻ. ഇപ്പോൾ ഇതിനകത്ത് ലിറ്റിഗൻസിൻ്റെതല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ അഡ്വക്കേറ്റിൻ്റെയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് എൻ്റെ പോർട്ടലാണ് ഞാൻ ഫസ്റ്റ് അതിനകത്ത് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ പോർട്ടൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് പോർട്ടലിന് അഡ്വക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിലേക്ക് കടക്കുമ്പോഴേക്കും എൻ്റെ ബാർ കൗൺസിൽ കോഡാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ബാർ കൗൺസിൽ നമുക്ക് എല്ലാ അഡ്വക്കേറ്റ്സിനുള്ള എൻറോൾമെൻറ്റ് നമ്പർ, ഫുൾ നമ്പർ കൊടുക്കണം. 0 ഒക്കെ ഫ്രണ്ടിലുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് തൊട്ട് താഴെയുള്ളത് യൂസർ നെയിമാണ്. യൂസർ നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. അപ്പോൾ നമ്മൾ ബാർ കൗൺസിൽ കോഡ് കൊടുക്കുമ്പോൾ തന്നെ, ഫുൾ കോഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഫുള്ളായിട്ടുള്ള കോഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽഡ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഓൾറെഡി രജിസ്റ്റേർഡ് ഡീറ്റെയിൽസ് ഉള്ളത് എക്സിസ്റ്റിംഗ് CISൽ ഉണ്ടാവുമല്ലോ നമ്മുടേത്, അത് വെച്ച് വെരിഫൈ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തേക്കുന്നുണ്ട് യൂസ് എക്സിസ്റ്റിംഗ് ഡീറ്റെയിൽസിൽ ഞാൻ ക്ലിക്ക് ചെയ്ത്. അല്ലാത്തവർക്ക് ക്രിയേറ്റ് ന്യൂ രജിസ്ട്രേഷനും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെരിഫൈ OTP ആവും. അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളതിനകത്ത് തന്നെ യൂസ് എക്സിസ്റ്റിംഗ് ഡീറ്റെയിൽസ്, എനിക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് ആ ഡീറ്റെയിൽസിൽ തന്നെ വെരിഫൈ ചെയ്തു. അപ്പോൾ വെരിഫൈ ചെയ്യുമ്പോൾ ഒരു OTP വരും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്. ഓൾറെഡി CISൽ ജോയിൻ ചെയ്തവർക്കാണ് പറ്റുള്ളൂ. പുതിയതായിട്ട് എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ്സിനൊക്കെ പോർട്ടൽ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ വേറെ ന്യൂ രജിസ്ട്രേഷൻ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ OTP ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വെരിഫൈ OTP, അപ്പോൾ ഓൾറെഡി അത് സക്സസ് ആയി. ആ വെരിഫിക്കേഷൻ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് യൂസർ നെയിമാണ്. അപ്പോൾ നമ്മളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഓർത്തിരിക്കാൻ പറ്റുന്നതും രീതിയിൽ ചെയ്യുക. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാണ്ട് ഫോൺ നമ്പരോ നമ്പർ IDയോ എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ വേറൊരു യൂസർ നെയിമും കൊടുത്തു. അതിനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഒരു ക്യാപ്സ്, ഒരു ലോവർ കേസ്, പിന്നെ നമ്പർ, ഒരു ന്യൂമറിക്കുള്ള എന്തെങ്കിലും പ്ലസ് ഉള്ള ആഡ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ പാസ്വേഡ്, അതിൻ്റെ കൺഫേം പാസ്വേഡ്, ഇത് രണ്ടും കൊടുത്തു. പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ അവിടെ പറയുന്നത് വീണ്ടും കണ്ടിന്യൂ ടു ലോഗിൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പോവുക. ബാക്ക് പോയിട്ട് നേരത്തെ കാണിച്ച മെയിൻ പോർട്ടലിലൂടെ തന്നെ നമ്മൾ വീണ്ടും കയറിയിട്ട് ലോഗിനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ പോർട്ടലിലേക്ക് വരും. ആ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന പോർഷൻ ഉണ്ട്, അവിടെ ബ്ലൂവിൽ ലോഗിൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഫയലറാണല്ലോ, അപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മളവിടെ ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ തന്നെ എൻ്റർ ക്യാപ്ചെ
കൊടുക്കുക. താഴെ പറഞ്ഞേക്കുന്ന ക്യാപ്ച നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ലോഗിൻ കൊടുക്കുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ പുതിയ DCMS വഴിയുള്ള ഡാഷ്ബോർഡ്. അതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം ഓൺലൈൻ കോപ്പി ആപ്ലിക്കേഷൻ, ഫയലിംഗ്, മൈ കേസസ്, ബാലൻസ് പേയ്മെൻറ്റ്, നമ്മുടെ കേസസ്, റീഫണ്ട് റിക്വസ്റ്റ് വരെ നമുക്ക് പുതിയ പോർട്ടലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ ഫയലിംഗ് സിസ്റ്റത്തിലേക്കുള്ള രജിസ്ട്രേഷൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഇനി അടുത്ത കേസ് ഫയലിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.